സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഈ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ വേറെ കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബബിൾ മേക്കറാണ്. നമുക്കിപ്പോൾ ചുമ്മാ ഊതി കളിക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു ബബിൾ മേക്കറാണ്. അപ്പം അതിൻ്റെ ലിക്വിഡൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു ബെല്ലൈക്കണം അമർത്തണം. ഞാൻ പുതുതായിട്ട് ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് വിട്ടേക്കാം. മൊത്തമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ആവശ്യമുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ്സാണ് ആവശ്യമുള്ളത്. പിന്നെ അതിനകത്തൊരു നമുക്ക് ആവശ്യം എത്ര ഉള്ളൊരു വെള്ളവും കൂടെ നമുക്ക് വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഇങ്ങനത്തെ വിമ്മ്, നമ്മുടെ സാധാ ചുമ്മാ വെള്ളമൊക്കെ എടുത്താൽ സോപ്പ് വെള്ളം എടുത്താൽ പോലെ നമുക്ക് ഇങ്ങനത്തെ തന്നെ നമ്മൾ അടുക്കളയിലൊക്കെ ചെന്ന് നോക്കി തന്നെ ഇങ്ങനത്തെ ഒരു വിമ്മ് വേണം പാത്രം കഴുകുന്നത്. അതും പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര അല്ല, 1-2 സ്പൂൺ പഞ്ചസാരയൊക്കെ മതി. നമുക്ക് ഞാനിപ്പോൾ ശകലം ഉണ്ടാക്കുന്നുള്ളൂ, അപ്പം ഞാനിപ്പോൾ ഇച്ചിരി എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ വെള്ളമൊക്കെ എടുക്കണം. നമുക്ക് ഈ ഒരു 3 സാധനമാണ് നമുക്ക് ഈ ലിക്വിഡ് ഉണ്ടാക്കാൻ ആവശ്യമെന്ന് പറയുന്നത്. പിന്നത്തെ നമ്മുടെ സാധനം ഒരു സ്ട്രോയാണ്. ആ സ്ട്രോയുടെ ആവശ്യം ഞാൻ ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും പറയാം കേട്ടോ. മൊത്തമാനപ്പോഴത്തേ നമ്മളിത് സ്ട്രോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്ട്രോയുടെ ആവശ്യം ഞാൻ അവസാനം പറയാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമുക്ക് ഈ ഗ്ലാസ്സിനകത്തോട്ട് നമുക്ക് എന്തോരം ആവശ്യമുണ്ടോ അത്രയും വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനകത്തിട്ട് ഞാനിപ്പോൾ ഇത്രയൊക്കെ എടുക്കുന്നുള്ളൂ, ഇത്രയും വെള്ളം അങ്ങനെ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പഞ്ചസാര ഒരു സ്പൂൺ അങ്ങോട്ട് ഇടാം. നമുക്ക് പഞ്ചസാര ഒരു സ്പൂൺ എടുത്തിടാം. ഇങ്ങോട്ട് ഇട്ടിട്ട് അതൊന്ന് അലിയുന്നേരം വരെ നമുക്ക് ഇളക്കണം. നമുക്കൊരു സ്പൂൺ എടുക്കുക. നമുക്കൊന്ന് ഇളക്കാം. ഇത് ശരിക്കും ഒന്ന് അലിയുന്നേരം വരെ നമ്മൾ ശരിക്കും ഇളക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് അലിയണം. മറ്റേതിൻ്റെ ഇപ്പം നന്നായിട്ടെന്ന് പറയുമ്പം അത്യാവശ്യം അങ്ങോട്ട് അലിഞ്ഞിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയോടെ കിടപ്പുണ്ടെന്നുള്ളത് കുഴപ്പമില്ല. നമുക്ക് ഇത്ര അലിത്താൽ മതി. നമുക്കിനി ശരിക്കും നല്ലപോലെ അലിക്കുന്നതിന് പോലെ ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടി പോകുന്നതിന് നമുക്ക് പെട്ടെന്ന് വീഡിയോ തീർക്കാമല്ലോ ഓർത്തിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ശരിക്കും ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ മൊത്തം അങ്ങോട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു തരി പോലും ഇല്ലാതെ മൊത്തം അലിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ഈ ലിക്വിഡ്, ഈ ഒരു വിമ്മ് നമുക്കൊന്ന് ഒരു സ്പൂണല്ല 1-2 സ്പൂണൊന്നായി ഒഴിച്ചു കൊടുക്കുക. 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. അതിന് 1 സ്പൂൺ. ഒരു മിനിറ്റ്, ഇതൊന്നും ആവുന്നില്ല. ഇപ്പോൾ നമ്മളിത് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ശരിക്കും ഒന്ന് ഇളക്കാം. ഇതൊന്ന് ഈ സ്പൂണെ പറ്റി പിടിച്ചിരിക്കും. ഇതൊന്ന് താഴോട്ട് ഫുള്ളോടെ ഒന്ന് വീഴണം. നമ്മൾ ഈ ഒരു ലിക്വിഡ് തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഈ വിമ്മിൻ്റെ കളർ വേറെ ആണെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ ലിക്വിഡ് തന്നെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കുമളകളൊന്നും വരുമല്ല. നമുക്ക് അടുത്തൊരു സ്പൂണും കൂടി ഒഴിക്കാം. ടോട്ടൽ നമുക്ക് 2 സ്പൂണാണ് ആവശ്യം കേട്ടോ ലിക്വിഡിന് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം. നമ്മൾ ഈ സാധനം വേസ്റ്റ് ഒന്നും ആക്കുന്നില്ല കേട്ടോ. ഇത് നമ്മൾ പാത്രം കഴുകാണ്ട് അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും കൂടെ നമുക്കൊന്ന് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് പതയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ പയ്യെ ഇളക്കുന്നത്. ഇത് ശരിക്കും ഇതേ നിന്ന് വീഴട്ടെ. ഇതിപ്പം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പം മച്ചാൻ വരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കാറായി കേട്ടോ. അപ്പം നമ്മൾ ഈ ലിക്വിഡൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ ശരിക്കും കണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ മേടിക്കാൻ കിട്ടുന്ന അതേ കളറിൽ തന്നെ ആട്ടോ. അപ്പോൾ കളർ എന്ന് പറയുമ്പോൾ അവർ വേറെ കളറൊക്കെ ചേർക്കും. അപ്പം ഞാനും ഈ ഒരു ഇത് തന്നെയാട്ടോ ചേർത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു എന്ന് പറയുമ്പോൾ വിമ്മ് എന്ന് പറയുമ്പോൾ പല കളറിലുണ്ടല്ലോ. എനിക്ക് ഈ കളർ കിട്ടിയപ്പോൾ ഞാനിപ്പോൾ ഈ കളർ ചെയ്തു. അപ്പം ഇതാണ് നമ്മളിപ്പം ഇതൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ, ഷെയർ ചെയ്യാനും മറക്കില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമുക്ക് ടേസ്റ്റ് നോക്കാം. കണ്ടോ, നിങ്ങൾക്ക് 100% വർക്കൗട്ട് ആകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മളൊരു ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ ഫുൾ കൊണ്ടുപോകാതെ ഒരു പകുതി അല്ല ഒരു 1/4 വരെ ഒന്ന് കൊണ്ടുപോയാൽ മതി. ഫുള്ള് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഫുള്ള് കൊണ്ടുപോയാൽ നമുക്ക് കിട്ടുമല്ലോ. കണ്ടോ, ഞാൻ ഫുള്ള് കൊണ്ടുപോയി കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് ഇച്ചിരിയൊക്കെ കിട്ടത്തുള്ളൂ. നമ്മൾ ഈ ഒരു ഇച്ചിരി ഭാഗം കൊണ്ടുപോയിട്ട് ചെയ്ത് നോക്കണം. കണ്ടോ, നമ്മൾ അവസാനം വരെയൊക്കെ കൊണ്ടുപോയി കിട്ടുമല്ലോ സാധനം.
അടിയിലോട്ട് ശരിക്കും കുത്തുന്നതുകൊണ്ടാണ് എനിക്ക് കിട്ടാതെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു ശ്രദ്ധിക്കുവാണെങ്കിൽ മാത്രം നമുക്ക് വേറെ സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു ഗ്ലാസും ഇച്ചിരി വെള്ളവും ഇത്ര സാധനം കൊണ്ട് നമുക്ക് ഉണ്ടാക്കി ചുമ്മാ ഇങ്ങനെ കളിക്കാവുന്നതാണ്. ഉണ്ടോ? നമുക്കിതൊന്ന് ഇങ്ങനത്തെ ഒരു സ്ട്രോ നമുക്ക് എവിടെയും കിട്ടില്ല. ഒരു രൂപ പോലും കാണുമല്ലോ ഈ ഒരു ഓസിന് ഒരു സ്ട്രോയ്ക്ക്. നമ്മൾ ഇത്ര സാധനം മേടിച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കാവുന്ന പറ്റിയൊരു സാധനമായിട്ടാണ് നമ്മൾ ഇപ്പോൾ വന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. ചാനൽ എൻ്റെ ഇഷ്ടംപോലെ അൺബോക്സിങ് വീഡിയോസും ഒരു കുക്കിംഗ് വീഡിയോ കണ്ടൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് കമൻറ്റൊക്കെ ചെയ്ത് ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ എനിക്ക് കണ്ടൻറ്റൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇത്ര ദിവസം വീഡിയോ ഇടായിരുന്നത്. എനിക്ക് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണം. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ല അവിടെ ഒന്ന് പറഞ്ഞാലും മതി. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവസാനിക്കാറായി. നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. അപ്പം ബൈ. പിന്നെ ഗൈസ് ഒരു കാര്യം കൂടെ പറയാണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണം, ഫേസ്ബുക്ക് പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പം ബൈ.